ഈ ടി വി സീരിയൽസ് എല്ലാം തന്നെ ഭയങ്കര മോശമാണെന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഞാൻ കുറച്ച് സീരിയൽസിന്റെ പേര് വായിക്കാം. കുടുംബവിളക്ക്, സാന്ത്വനം, പരസ്പരം, ചന്ദനമഴ, കുങ്കുമപ്പൂവ്. ഈ സീരിയൽസിനെ പറ്റി നമ്മുടെ വീട്ടുകാരോട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അടിപൊളി സീരിയലാണ്, സൂപ്പർ സീരിയലാണ്, സാധാരണ സീരിയൽ പോലൊന്നുമല്ല, നമുക്ക് ഇത് ഇഷ്ടപ്പെടുന്ന സീരിയൽസ് ആണെന്നൊക്കെ പല അഭിപ്രായങ്ങൾ പറയും. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ എനിക്ക് ഏറ്റവും വലിയ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. വിശ്വനാഥ് ആൻഡ് സൺസ്, സൂര്യയുടെ ഏറ്റവും പുതിയ പടമാണ്, സൺസ് ആണ് കേട്ടോ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യം, ചില സീരിയൽ നമ്മൾ പറയും അയ്യേ അതൊരു സീരിയൽ അല്ലേ, പക്ഷേ ആ സീരിയൽ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഈ സിനിമയും അങ്ങനെ തന്നെയാണ്, ഒരു സീരിയൽ കൈൻഡ് ഓഫ് പരിപാടി അല്ലേ എന്നുള്ളത് എനിക്കും തോന്നി, കാണുന്ന പല ആൾക്കാർക്കും തോന്നും. പക്ഷേ മോശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ സീരിയൽ കാണാത്ത ആളാണ്. പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് സൂര്യയുടെ ഒരു വാരിസ്, പക്ഷേ ആ വാരിസിനെ കുറച്ചുകൂടെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. പക്ഷേ അത്ര മോശമാണെന്ന് ചോദിച്ചാൽ മോശമല്ല, എന്നാൽ കണ്ടിരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കാം. പടത്തിൻ്റെ ഏറ്റവും ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് ഒരു സൂര്യ പടത്തിൽ സൂര്യയേക്കാൾ കൂടുതൽ സ്കോർ ചെയ്ത ഒരാൾ, നമ്മുടെ സ്വന്തം മമിത ബൈജു. മമിതയാണ് ഈ പടത്തിൻ്റെ ഷോ സ്റ്റീലർ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം സൂര്യ അത്യാവശ്യം നന്നായിട്ട് തന്നെ പുള്ളിയുടെ പോർഷൻസ് പോകുന്നുണ്ട്, പക്ഷേ ഈ പടത്തെ മൊത്തം ത്രൂ ഔട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് മമിതയാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ മമിതയും നമ്മുടെ രാധിക, അറിയാലോ ശരത് കുമാറിൻ്റെ വൈഫായിട്ടുള്ള സിനിമാ നടി രാധിക ശരത് കുമാർ, അവർ രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷൻ സീൻസും സൂര്യയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസും ഒക്കെ പടം നൈസാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാനത് കളിയാക്കി പറഞ്ഞ അല്ല കേട്ടോ. ഈ സീരിയൽ കൈൻഡ് ഓഫ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ സീരിയൽ പരിപാടി എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു കളിയാക്കൽ ലെവലിലേക്ക് പറഞ്ഞതല്ല. ചില ആൾക്കാർക്ക് അത് വർക്കാവും, ചില ആൾക്കാർക്ക് അത് വർക്കാവൂല്ല. ഇപ്പം ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും ചില ആൾക്കാർ പറയും അയ്യേ ഇത് വാരിസാണ്, അല്ലെങ്കിൽ സൂര്യയുടെ വാരിസാണ്, അല്ലെങ്കിൽ സീരിയൽ കൈൻഡ് ഓഫ് പരിപാടിയാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ചില സീരിയൽസ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അത് നല്ല സീരിയലാണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ സിനിമയും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ റിവ്യൂ വരുമ്പോഴത്തേക്കും ഏതാണ്ട് അതേപോലത്തെ ഒരു അവസ്ഥയായിരിക്കും. പേഴ്സണലി പടം എനിക്ക് വർക്കായി കേട്ടോ. ഞാൻ ഒരിക്കലും ഈ പടം മോശമാണെന്നൊന്നും പറയില്ല, കൊള്ളാം, അത്യാവശ്യം കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് വളരെ നൈസായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് കുറച്ച് വലിച്ചിൽ ഫീലായി. അതായത് കുറച്ച് ലെങ്ത് കൂടിപ്പോയ പോലെ, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരും സീൻസും ഒക്കെ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എല്ലാം ഉണ്ട്, സീൻസൊക്കെ കയറി വന്ന പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം സൂര്യ ആദ്യത്തെ ഒരു പ്ലോട്ടുണ്ട് പടത്തിൻ്റെ, മമിത ബൈജു എങ്ങനെ സൂര്യയുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ള ഒരു സഞ്ജയ്, ആ സൂര്യയുടെ ലുക്ക് എൻ്റെ അമ്മ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഗജനിയിൽ കണ്ട ആ ഒരു സഞ്ജയ് രാമസ്വാമിയുടെ ആ ഒരു കൈൻഡ് ഓഫ് പരിപാടി ഇതിൽ പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ നമ്മുടെ വെങ്കി, ഈ പടത്തിൻ്റെ ഡയറക്ടർ, പുള്ളിയുടെ ലക്കി ഭാസ്കർ നിങ്ങൾ കണ്ടതാണല്ലോ. ലക്കി ഭാസ്കറായിട്ട് ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒട്ടും പറ്റില്ല. അതിനു മുമ്പ് എടുത്തത് വാത്തിയാണ്. വാത്തിയും അത്യാവശ്യം നൈസൊരു സാധനമായിരുന്നു. അപ്പോൾ പുള്ളി സൂര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ലുക്ക്, അല്ലെങ്കിൽ സൂര്യയുടെ ആ ഒരു പെർഫോമൻസിനെ പറ്റിയ സ്പേസ്, അതൊക്കെ ഭയങ്കര നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, അപ്പം സൂര്യയുടെ ഒരു പടത്തിൽ മമിത അല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ മമിത ഈ സൂര്യയുടെ ലൈഫിലേക്ക് കയറി വരുന്ന ആ ഒരു മൊമെന്റ്, അത് പറഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അപ്പം ആ സാധനം മുതൽ പിന്നെ മമിതയുടെ വിളയാട്ടമാണ്. മമിത, കുറേ ആൾക്കാർ മമിതയെ കളിയാക്കി, അല്ലെങ്കിൽ മമിത ഈ പടത്തിൽ ഈ ഓവറാക്കും ചളവാക്കും. പക്ഷേ പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് ഈ പടത്തെ അങ്ങ് കൊണ്ടുപോകുമായിരുന്നു. പിന്നീട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാധികയായിട്ടുള്ള കുറേ കോമഡി സീൻസിൽ ഫസ്റ്റ് ഹാഫിൽ നൈസായിട്ട് അത് വർക്കാവും. നമുക്ക് തിയേറ്ററിൽ ചിരി വരും. പ്രത്യേകിച്ച് സൂര്യയുടെ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് പടം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും സൂര്യക്ക് പിന്നീട് ഒരുപാട് മെയിൻ പ്ലോട്ടിൽ നിന്ന് മാറിയിട്ട് പിന്നെ കുറേ പ്രശ്നപരിഹാരങ്ങളിലേക്ക് പുള്ളി പോവുകയാണ്. ഈ പ്രശ്നപരിഹാരങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കുമാണ് പടത്തിൻ്റെ ഇഴച്ചിൽ വലിച്ചിൽ ഇതൊക്കെ നമുക്ക് കുറച്ചധികം അനുഭവപ്പെടുന്നത്. അപ്പം മെയിൻ പ്ലോട്ടിൽ നിന്ന് മാറി പോകുമ്പോഴത്തേക്കും പിന്നെ ഇത് എന്താ ഇങ്ങനെ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പിന്നെ വേറൊരു സംഭവം, നമുക്കിതിൻ്റെ പടം മുന്നോട്ട് ഇതെങ്ങനെ അവസാനിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ടിരിക്കുമ്പോൾ ആ പടം എങ്ങനെ അവസാനിക്കും എന്നുള്ളത് പ്രേക്ഷകൻ ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്കൊരു ത്രില്ല് ഉണ്ടാവില്ല. പിന്നെ അതിൽ ഇപ്പോൾ നമ്മൾ ഞാൻ നമ്മുടെ തുടക്കം സിനിമ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്ന കാര്യം ഉണ്ടായിരുന്നു, ഈ സിനിമ എങ്ങനെ അവസാനിക്കും എന്നുള്ളത് ഏകദേശം നമുക്കറിയാം. പക്ഷേ എങ്കിലും അത് മേക്കിംഗ് കൊണ്ട് ജൂഡ് അതിനെ കവർ ചെയ്തു, നമ്മളെ പിടിച്ച് തിയേറ്ററിൽ ഇരുത്തി. നമുക്ക് ഇങ്ങനെ അവസാനിക്കും എന്നുറപ്പുണ്ടെങ്കിലും നമുക്ക് ത്രൂ ഔട്ട് നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നു. ഈ സിനിമയുടെ കാര്യത്തിൽ സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോൾ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ വെങ്കി കുറച്ചൊന്ന് ബാക്ക് അടിച്ചു. കാരണം സെക്കൻഡ് ഹാഫിൽ കുറച്ച് സീൻസൊക്കെ ഇത് അൺവാണ്ടഡ് അല്ലെങ്കിൽ ഈ സീൻ ഇരുന്ന് വലിയാണല്ലോ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു.
പുള്ളി പരിഹരിക്കാനായിട്ട് സൂര്യയുടെ സഞ്ജയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നടക്കുക. അപ്പോൾ ഈ പ്രശ്നപരിഹാരമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഇങ്ങനെ നടന്ന് ഇത് പുള്ളിക്ക് തന്നെ മടുപ്പടിക്കുന്നില്ലേ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നീട് വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് കയറി വരുക പടത്തിലേക്ക്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന ആ ഒരു മീറ്ററിൽ നിന്ന് ഒരുപാട് പടത്തെ മാറ്റിക്കൊണ്ട് പോകുന്നുമുണ്ട്. പിന്നെ ഈ പടത്തിനകത്ത് 1-2 ഫൈറ്റ് സീൻസ് ഉണ്ട്. അതിൽ ഒരു ഫൈറ്റ് സീൻസ് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആയില്ല. കാരണം സാധാരണ സൂര്യ വിജയൊക്കെ തമിഴ് ആർട്ടിസ്റ്റുകൾ ഒട്ടുമിക്ക ആൾക്കാർ അവർ അജിത്തൊക്കെ ആണെങ്കിൽ തന്നെയും അവർ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഫൈറ്റ് കാണാൻ ഭയങ്കര ഒരു ഫീലാണ്. പ്രത്യേകിച്ച് സൂര്യയുടെ ഫൈറ്റും കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു രസമാണ്. സൂര്യയുടെ ഡാൻസ് ഫൈറ്റ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇത് ഒരു റെസ്റ്റോറൻറ്റ് ഫൈറ്റ് ഉണ്ട്. അതെന്തോ എനിക്ക് ഒട്ടുമേ അതിലെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിനകത്തെ ഫൈറ്റിൻ്റെ എക്സിക്യൂഷൻ ഒന്നും തന്നെ ഒരു ടിപ്പിക്കൽ സൂര്യ പരിപാടിയായിട്ടും അല്ലെങ്കിൽ സൂര്യയുടെ ഒരു ഓറയോ മാസോ ഒന്നും അതിനകത്ത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പ്ലേസ്മെന്റ് ഓക്കെ ഫൈൻ, പക്ഷെ അത് കുറച്ചുകൂടെ നമുക്കത് ബെറ്റർ ആക്കാൻ വേണ്ടി തോന്നൽ വരുന്നുണ്ട്. പിന്നെ വേറൊരു ഫൈറ്റ് കണ്ടപ്പോഴത്തേക്കും കൊള്ളാം, അത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ ഈ പടത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന സോങ്ങുകൾ, മമിതയുടെ ഒരു സോങ് ഉണ്ട്. മമിതയുടെ കുറച്ച് ക്യൂട്ട്നെസ്, മമിതയുടെ കുറച്ച് പരിപാടി കാണിക്കുന്ന കുറച്ച് ക്രിഞ്ച് ഐറ്റംസ് മമിതയ്ക്ക് ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പുള്ളിക്കാരത്തി മാനേജ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി മമിതയുടെ പെർഫോമൻസിൽ മമിത കുറച്ച് ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. തമിഴ് സിനിമ ആകുമ്പോഴത്തേക്ക് നോർമൽ നമ്മുടെ മലയാളത്തിൽ ചെയ്യുന്ന പരിപാടി ആയിരിക്കില്ല. അവർ കുറച്ച് ഇതിനെ ഒന്ന് കുറച്ചുകൂടെ പൊലിപ്പിക്കും. ആ പൊലിപ്പിക്കൽ മമിത നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ പറയേണ്ട കാര്യം, മമിതയുടെ സൂര്യയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിൽ കുറച്ച് ഇമോഷൻ സീൻസ് വരുമ്പോൾ, റൊമാൻറ്റിക് സീൻസ് വരുമ്പോൾ അത് മമിത നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മമിതയുടെ കോമഡി സീൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പടം ത്രൂ ഔട്ട് ക്യാരി ചെയ്യുന്നത് മമിതയാണ്. മമിതയുടെ കോമഡി സീൻസും നമുക്ക് വർക്കാവും, പടത്തിൽ വന്നിട്ട് വർക്കാവും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു മൂഡിൽ നിന്ന് പടം കുറച്ചങ്ങോട്ട് ഡൈവേർട്ടായി പോകുന്നുണ്ട്. പിന്നെ ഇതൊരു സാധാരണക്കാരുടെ കഥയല്ല. പടഭണ്ഡാരം വീടുകളുള്ള പടത്തിന്റെ ഒട്ടുമിക്ക ഒരു 80% ഒരു വലിയ വീട്ടിലും പിന്നെ ഊട്ടിയിലെ അതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയൊരു വീട്ടിലുമാണ് നടക്കുന്നത്. ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് വിജൃംഭിച്ചൊരു വീടാണ്. എൻ്റെ അമ്മ, ഇത്രയും വലിയൊരു വീട് ഇത് എവിടെ? ഇത് സ്റ്റുഡിയോ അങ്ങ് ലൊക്കേഷനിൽ ഇട്ട് പോലെ ആയിപ്പോയി. അതായത് ഒരു സ്റ്റുഡിയോ മൊത്തത്തിൽ അങ്ങനെ വീടാക്കിയ പോലത്തെ ഫീലായിരുന്നു. എന്ത് വീടാ ഇത്! ആ വീടിനകത്തുനിന്ന് ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോകണമെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അത്രയും വലിയൊരു വീട്, കുറെ കാറ്. എൻ്റെ അമ്മ, എന്തുവാ അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇത് നമ്മുടെ കഥയല്ല, ഇത് വലിയ വലിയ ആൾക്കാരുടെ കഥയാണ് എന്നൊരു തോട്ട് നമുക്ക് വരും. കാരണം നമുക്ക് ഇത് നമ്മുടെ സ്ഥാനമല്ലല്ലോ. പിന്നെ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇരിക്കുന്നത് ജി വി പ്രകാശാണ്. ജി വി പ്രകാശിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഓക്കെ, നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്ന സംഭവങ്ങളൊന്നും അങ്ങനെ എനിക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓവറോൾ പടം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കുറെ കോമഡീസ് ഉണ്ട്, കുറെ ഇമോഷൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോഴത്തേക്കും കുറച്ചുകൂടി ഇമോഷൻ സീൻസ് ഓക്കെ, പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങൾ കയറി വരുമ്പോഴത്തേക്കും ആ പാത്രങ്ങളെ ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള പടം ഒന്നും ലെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങളെ നമുക്ക് കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളാനായിട്ട് എന്തോ എനിക്ക് അത്ര ഇമോഷൻസ് സെക്കൻഡ് ഹാഫിൽ കണക്റ്റ് ആയില്ല. പിന്നെ ഓൾസോ ഒരു പ്രെഡിക്റ്റബിൾ എൻഡിങ്ങിലേക്കും കൂടെ വന്നു. എന്നാലും പടം കണ്ടിരിക്കാം. സൂര്യയുടെ എനിക്ക് തോന്നുന്നു ഈ പടം കൊമേഴ്ഷ്യലി ഈ പടം തമിഴ്നാട്ടിലാണെങ്കിലും വർക്കാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ കേരളത്തിൽ എന്തുമാത്രം കളക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം സൂര്യയുടെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ടോ എന്ന് അറിയില്ല. അവർ സൂര്യയുടെ കറുപ്പ് കണ്ടിട്ട് ഇത് പോയി കാണുമ്പോഴത്തേക്കും അയ്യോ ഇതൊരു മാസ് മസാല പടമല്ലല്ലോ എന്നൊരു തോട്ട് അവർക്ക് വന്നേക്കാം. ബട്ട് ഓവറോൾ എനിക്കൊരു ആവറേജ് അനുഭവം പടത്തിൽ നിന്ന് കിട്ടി. ഞാൻ ഈ പടം കണ്ടപ്പോൾ തിയേറ്ററിൽ നിന്ന് മടുപ്പൊന്നും അടിച്ചില്ല. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം, അങ്ങനെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എനിവേ, സൂര്യയുടെ ഒരു സാന്ത്വനം, അല്ലെങ്കിൽ സൂര്യയുടെ ഒരു കുങ്കുമപ്പൂവ്, അല്ലെങ്കിൽ സൂര്യയുടെ ഒരു ചന്ദനമഴ, ഇതൊക്കെ ഹിറ്റ് സീരിയൽസ് ആണെന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്.